Good morning. Good morning. Okay. ഞാൻ ആരും ഇല്ലേ ക്ലാസ്സില്? Good morning. നമുക്ക് നമ്മുടെ പോർഷൻസ് നമ്മള് ചെറിയൊരു റിവിഷൻ ക്ലാസ് പോലെ നടത്താന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചെറിയൊരു റിവിഷൻ പോലെ നടത്താന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എല്ലാവരും പെട്ടെന്ന് തന്നെ കയറാട്ടോ ക്ലാസ്സില്. ഞാൻ നിങ്ങൾക്ക് 10 ചാപ്റ്റേഴ്സുകളാണ് എടുക്കുന്നത് കേട്ടോ. 10 ചാപ്റ്ററുകൾ, 1-2 മൊഡ്യൂളുകളിലായിട്ട് 10 ചാപ്റ്റേഴ്സ് ആണ് എടുക്കുന്നത്. ചാപ്റ്ററുകളൊക്കെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്, പിന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽസ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പിന്നെ മൊഡ്യൂൾ 2-നകത്ത് ലബോറട്ടറി സർവീസസ്, ബ്ലഡ് ബാങ്ക്, ഡയറ്ററി സർവീസസ്, ഡയാലിസിസ്, അതുപോലെ തന്നെ സ്പില്ലേജ് വേസ്റ്റ്, മെഡിക്കൽ ടെർമിനോളജി, ഇത്രയും ചാപ്റ്ററുകളാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു റിവിഷൻ പോലെ നമുക്ക് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? എന്താണ് എല്ലാവരും ഒരു ഉഷാറിയാതിരിക്കണേ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, ഇനി ഏതൊക്കെ ചാപ്റ്ററുകൾ നിങ്ങൾക്ക് തീരാനുണ്ട്? ഏതൊക്കെ ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് തീരാനുള്ളത്? പേപ്പർ റൂം. ഓക്കെ, പിന്നെ പേപ്പർ റൂം, കൺട്രോൾ റൂം, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും തീരാനുണ്ടോ? ഇല്ല.
അപ്പൊ നോക്കാം ഡിജിറ്റൽ റിവിഷൻ ക്ലാസ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എടുത്തത് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. ഡിജിറ്റൽ ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ. ഓക്കെ, സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. നമ്മൾ ആദ്യം എടുത്ത ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വേർഡ് അല്ലെ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. നമ്മൾ പറഞ്ഞു ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ലാറ്റിൻ പദമാണ് അല്ലെ ഹോസ്പിറ്റൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അർത്ഥം എന്തായിരുന്നു? അതായത് ഗസ്റ്റ് ഓർ വിസിറ്റർ അല്ലെ, ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്നുള്ള ഒരു മീനിങ് ആണുള്ളത്. അതുകൂടാതെ who provides the lodging or entertainment for a guest or visitor. അതായത് ഒരു ഗസ്റ്റിനോ വിസിറ്ററിനോ താമസ സൗകര്യം ഒരുക്കുന്ന വ്യക്തി അല്ലെ. അങ്ങനെ രണ്ട് രീതികളാണ് അതിലുള്ളത്. അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻസ് പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടല്ലോ, രണ്ട് ഡെഫിനിഷൻസ്. ഹോസ്പിറ്റൽസ് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് that providing medical and surgical treatment and nursing care for any ill or injured people. മറ്റൊരു ഡെഫിനിഷൻ എന്തായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്ക് യൂസ് ഓഫ് ഫിസിഷ്യൻസ്, സർജൻസ് ആൻഡ് എ ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ദ ഫെസിലിറ്റീസ് ഓഫ് ഡയഗ്നോസിസ്, തെറാപ്പി, റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഓക്കെ, ഇത്രയുമാണ് നമ്മളവിടെ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO ഫുൾ ഫോം ആണ് അറിയാം, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ ഒരു ഡെഫിനേഷൻ നമ്മൾ കണ്ടു. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇങ്ങനെ ഒരു ഡെഫിനേഷൻ മുന്നോട്ട് വെച്ചത് ഏത് വർഷമാണ്? 1957 കേട്ടോ. 1957. അത്രയും ഇതും അതിനകത്ത് പഠിക്കാൻ. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. The word hospital is derived from the Latin word. Options are hospice, hospital, hospice, hospital. ഇതാണ് ആൻസർ വരിക. Hospice. Okay. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. The meaning of the Latin word hospice. Options are guest, entertainment, evolution, all of the above. ഇതാണ് ആൻസർ വരിക. ഗസ്റ്റ് അല്ലെ, ഗസ്റ്റ് ആവാം അല്ലെങ്കിൽ വിസിറ്റർ ആവാം കേട്ടോ. അതല്ലെങ്കിൽ one who provides the lodging or entertainment for the guest. അങ്ങനെ അർത്ഥമുണ്ട് കേട്ടോ. അടുത്ത നോക്കാം. Dash are the institutions providing medical and surgical treatment and nursing care for any ill or injured people. ഏതാണ് ആ ഡെഫിനേഷനിൽ നിന്ന് വന്ന ചോദ്യമാണ് അല്ലെ. Dash are the institution. ഓക്കെ, കറക്റ്റ് ആണ്. കറക്റ്റ് ആണ് കേട്ടോ. Hospitals are the institutions that providing medical and surgical treatment and nursing. അടുത്തത് what does WHO stand for? എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. വേൾഡ് WHO ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. ഇതാണ് WHO ഉദ്ദേശിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, അടുത്തത് ഡെഫിനേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ given by WHO on the year. ഏത് വർഷമാണ് WHO ഹോസ്പിറ്റലിനെ പറ്റിയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണോ അതിന് എക്സ്പെക്ട് ചെയ്യേണ്ടത് കേട്ടോ. അതായത് അതിന് വേറെ കണ്ടന്റുകളൊന്നും പഠിക്കാനായിട്ട്. ഓക്കെ, ആ ഒരു ചാപ്റ്റർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, ആ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസിൽ നമ്മൾ എന്താ പഠിച്ചത്? അതായത് 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തു. പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ കുറെ എക്സാമ്പിളുകളും ഒക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്. 6 ഫാക്ടേഴ്സുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു? സൈസ്, ലെവൽ ഓഫ് കെയർ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി, ഓണർഷിപ്പ്, സിസ്റ്റം ഓഫ് മെഡിസിൻ, ലെങ്ത് ഓഫ് സ്റ്റേ. സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച പോയിന്റുകൾ എന്തൊക്കെയാണ്? സൈസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് ഇൻ പേഷ്യന്റ് ബെഡ് ഹോസ്പിറ്റൽ ഓഫർ അല്ലെ. സൈസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഇൻ പേഷ്യന്റ് ബെഡ് സിറ്റ് ഓഫർ. ഒരു ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്ന ബെഡുകളുടെ എണ്ണമാണ് അവിടെ സൈസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതൊക്കെയായിരുന്നു സ്മോൾ ഹോസ്പിറ്റല്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റല്, ലാർജ് ഹോസ്പിറ്റൽ അല്ലെ. അവിടെയൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ബെഡുകളുടെ എണ്ണമാണ്. സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഡുകളുടെ എണ്ണം 30 ഓർ ലെസ് ദാൻ 30 അല്ലെ. 30 ഓർ ലെസ് ബെഡ്സ്, 30ഓ 30ൽ കുറവോ ബെഡുകളുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ typically having 30 to 100 ബെഡ്സ്, അതായത് 30നും 100നും ഇടയിലെ ബെഡുകളുടെ എണ്ണം വരുന്നതിനെയാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ 100 ബെഡ്സ്, 100 ബെഡുകളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറയാം. ഇത്രയാണ് നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കുറെ റിസോഴ്സുകളെ സംബന്ധമായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഈ ബെഡുകളുടെ എണ്ണത്തെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ലെവൽ ഓഫ് കെയർ ആണ് അല്ലെ. പരിചരണത്തിന്റെ നിലവാരമാണ്. അതിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, അതുപോലെ തന്നെ ടെർഷ്യറി കെയർ. അതിന് നമ്മൾ ഓരോരോ എക്സാമ്പിളുകൾ പഠിച്ചു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രൈമറി കെയറിന്റെ എക്സാമ്പിൾ എന്താ നമ്മൾ പഠിച്ചത്? ഇതായിരുന്നു PHC ആണ് അല്ലെ. അതായത് പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ ആണ് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത്. സെക്കൻഡറി കെയറിന്റെ എക്സാമ്പിൾ ഏതാ നമ്മൾ പറഞ്ഞത്? ഏതൊക്കെ എക്സാമ്പിളുകൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഏതൊക്കെയായിരുന്നു? CHC അല്ലെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ഡിവിഷണൽ ഹോസ്പിറ്റൽസ്. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്. സെക്കൻഡറി കെയർ ഹോസ്പിറ്റലുകളിൽ വരുന്നത്. ഓക്കെ, ടെർഷ്യറി കെയർ അല്ലെ. ടെർഷ്യറി കെയറിന്റെ എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞത്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അത്രയുള്ള അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എത്രയായിട്ടാണ് തിരിച്ചത്? 2 ആയിട്ട്. സിംഗിൾ സ്പെഷ്യാലിറ്റി ഉണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിച്ചു. അത് ഇതായിരുന്നു. അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫേഴ്സ്, the type of resources and its organization is determined അല്ലെ. ഓരോ ഹോസ്പിറ്റലിനും അവർ ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിലെ റിസോഴ്സുകളും ഓർഗനൈസേഷനും നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ ചോദിക്കാം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. എന്ത് സ്പെഷ്യാലിറ്റി ആണോ അവർ ഓഫർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സുകളും കാര്യങ്ങളും ആണ് അവിടെ ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് 4ാമത്തേത് ഓണർഷിപ്പ് ആണ് കേട്ടോ. ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഇതൊക്കെയാണ് പബ്ലിക് ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ,
ഓക്കെ, ഇപ്പൊ നമ്മള് പറഞ്ഞിട്ടുള്ളത് ഓണർഷിപ്പാണ്. അപ്പൊ ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതൊക്കെയായിരുന്നു പബ്ലിക് ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ പ്രൈവറ്റ്. അപ്പൊ പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിൽ 4 ടൈപ്പുകളാണ് ഉള്ളത്. ക്ലിയർ ആവുന്നില്ല? പബ്ലിക് ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ അതിൽ 4 ടൈപ്പുകളാണ് ഉള്ളത്. ഇതൊക്കെയായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, മുനിസിപ്പൽ ഹോസ്പിറ്റൽ ആൻഡ് PSU ഹോസ്പിറ്റൽ. അപ്പൊ അതില് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത് എയിംസും അതുപോലെ തന്നെ PGI ആണ്. ഓക്കെ, എയിംസിന്റെ ഫുൾ ഫോം എന്താണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓക്കെ, PGI എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ക്ലിയർ ആയോ? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആണ്, അതായത് ജില്ലാ ആശുപത്രികളാണ്. ഓക്കെ, പിന്നെ മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്, അതിന്റെ പ്രത്യേകത എന്താണ്? ദോസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, അതായത് ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിലുള്ള ഹോസ്പിറ്റൽസ് ആണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് PSU ഹോസ്പിറ്റൽസ് ആണ്. അതായത് ഒരു മിനിറ്റ്, ക്ലിയർ ആണോ? നിങ്ങൾക്ക് സൗണ്ട് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അതിനകത്ത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് കേട്ടോ, അതായത് PSU ഹോസ്പിറ്റൽ. എക്സാമ്പിൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞത് റെയിൽവേ ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ ുള്ള ഹോസ്പിറ്റൽസ് തന്നെ എക്സാമ്പിളാണ്. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽസ് ദാറ്റ് ഈസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, അതായത് ജില്ലാ ഭരണകൂടങ്ങൾ മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്. അത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ പറയുന്നത് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. അതിനകത്ത് 4 ടൈപ്പാണ് ഉള്ളത്. ഇതൊക്കെയാണ് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഓർ പാർട്ണർഷിപ്പ് ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെ വരുന്നത് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്, നോൺ ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്, ഇവയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. സിസ്റ്റം ഓഫ് മെഡിസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അലോപ്പതിക് ഹോസ്പിറ്റൽസ്, ആയുർവേദ ഹോസ്പിറ്റൽസ്, ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽസ്, അങ്ങനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് ലെങ്ത് ഓഫ് സ്റ്റേ ആണ്. ലെങ്ത് ഓഫ് സ്റ്റേനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഇതൊക്കെയായിരുന്നു ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ഉണ്ട്, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ഡേയ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതായത് എത്രയാണ്? 1 or 2 days up to 20 days കേട്ടോ ഇത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ അവിടെ മാസങ്ങളാണ്, വർഷങ്ങളൊക്കെ എഴുതിയതായിട്ട് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതിലൊന്നും പ്രത്യേകം നോട്ട് ചെയ്തിരിക്കാം. നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് അതിന് നോക്കാം. ചോദ്യം ശ്രദ്ധിച്ചിരിക്കുക. PHC സ്റ്റാൻഡ്സ് ഫോർ, PHC എന്താ ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ തരാം. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, പ്രൈവറ്റ്
ഹെൽത്ത് കെയർ, പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റർ. ഇതാണ് ആൻസർ വരിക. കറക്റ്റ് ആണ്. പ്രൈമറി ഹെൽത്ത് സെന്റർ. നെക്സ്റ്റ് വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഹോസ്പിറ്റൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു. സൈസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഹോസ്പിറ്റൽസിനെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. സ്മോൾ ഹോസ്പിറ്റൽസ്, ബിഗ് സൈസ്, ലാർജ്, ഓൾ ഓഫ് ദി എബോവ്. ഓൾ ഓഫ് ദി എബോവ് ആണ് കേട്ടോ ആൻസർ. ഓക്കെ, നമ്മൾ എന്താണ് മൂന്നായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഇൻ ഗവൺമെന്റ് സിസ്റ്റം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ് ഡാഷ് ടൈപ്പ് ഓഫ് കെയർ. അപ്പൊ ഓപ്ഷൻസ് പ്രൈമറി കെയർ ആണോ, സെക്കൻഡറി കെയർ ആണോ, ടെർഷ്യറി കെയർ ആണോ, ഓൾ ഓഫ് ദി എബോവ്? ഇതിന് ആൻസർ വരിക പ്രൈമറി കെയർ ആണ് അല്ലെ. ഓക്കെ, അടുത്തത് കേട്ടോ. എക്സാമ്പിൾ ഓഫ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ്. അതായത് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിലെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് മെന്റൽ ഹോസ്പിറ്റൽസ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, ഓൾ ഓഫ് ദി എബോവ്. എന്താണ് ഇത് വരിക? ഓൾ ഓഫ് ദി എബോവ് ആണ് വരിക കേട്ടോ. അഭിനയം കാരണം മെന്റൽ ഹോസ്പിറ്റൽ മാത്രമല്ല വരിക. നമ്മൾ അതിന് എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എക്സാമ്പിൾ ഏതൊക്കെ പഠിച്ച്? മെന്റൽ ഹോസ്പിറ്റൽസ് ഉണ്ട്, റീഹാബിലിറ്റേഷൻ സെന്ററുകളുണ്ട്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്. ഇതെല്ലാം എന്താണ്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ്. ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് എയിംസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ. ഏതാണ് എയിംസ് എന്ന് പറയുന്നത്? ഏത് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ്? സെൻട്രൽ ഗവൺമെന്റ് ആണോ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ, അതോ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണോ? ഏതാണ് ഉത്തരം? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ്. ഓക്കെ, അടുത്തത് ഫുൾ ഫോം ഓഫ് CHC. CHSയുടെ ഫുൾ ഫോം എന്താണ് നിങ്ങൾ പഠിച്ചത്? അതെ, എന്താണ് CHCയുടെ ഫുൾ ഫോം പറഞ്ഞേ? ഓക്കെ, കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഈസ് യൂഷ്വലി മെഷർഡ് ബൈ ദ നമ്പർ ഓഫ് ഡാഷ് ബെഡ്സ്. ഓപ്ഷൻസ് ഔട്ട്പേഷ്യന്റ്, ഇൻപേഷ്യന്റ്, ഔട്ട്പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ്, നൺ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ വരിക? ഇൻപേഷ്യന്റ്. ഇൻപേഷ്യന്റ്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസിഡർഡ് ആസ് എ സ്മോൾ ഹോസ്പിറ്റൽ? Options less than 30 beds, 30 to 100 beds, 200 to 300 beds, more than 500 beds. ഏതാണ് ആൻസർ വരിക? Less than 30. 30 ബെഡിലും കുറവാണ്. ഓക്കെ, അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ? സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ എന്താണ്? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, നൺ ഓഫ് ദി എബോവ്. ഇതാണ് ആൻസർ വരിക? ഇതായിരിക്കും വരിക ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ഹോസ്പിറ്റൽസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു. ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിനെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഓപ്ഷൻസ് 2 ആണോ, 10 ആണോ, 8 ആണോ, നൺ ഓഫ് ദി എബോവ്? ആൻസർ എന്താ വരിക? 2 ആണ് അല്ലെ. രണ്ടായിട്ടല്ല, സിംഗിൾ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ആണ് ഡിവൈഡ് ചെയ്തിട്ട്. അടുത്ത ക്വസ്റ്റ്യൻസ് വരും. Which of the following is not typically considered as a long stay hospital? അതായത് താഴെ തന്നിരിക്കുന്നതിൽ ലോങ് സ്റ്റേ ഹോസ്പിറ്റലിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റൽ, മെന്റൽ ഹോസ്പിറ്റൽ, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, ജനറൽ ഹോസ്പിറ്റൽ. ഏതാണ് ആൻസർ വരിക? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ജനറൽ ഹോസ്പിറ്റൽ ആണ് എക്സാമ്പിൾ. അത് എന്തിനാ വരുന്നത്? എല്ലാ ജനറൽ ഹോസ്പിറ്റൽസും ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലാണ് വരുന്നത് അല്ലെ. ബാക്കി എല്ലാ ഹോസ്പിറ്റൽസും ഏതിനകത്താ വരുന്നത്? ലോങ് സ്റ്റേ ഹോസ്പിറ്റലിനകത്താണ്. അടുത്തത് ഹോസ്പിറ്റൽസ് വിത്ത് മോർ ദാൻ ഡാഷ് ബെഡ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് എ ലാർജ് ഹോസ്പിറ്റൽ. ഓപ്ഷൻ 30, 40, 100, 60. എത്രയാണ് ആൻസർ വരിക? 100 ആണ് അല്ലെ. മോർ ദാൻ 100 ബെഡ്സ് ആണ് റെക്കഗ്നൈസ്ഡ് ആസ് എ ലാർജ് ഹോസ്പിറ്റൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് which
വിച്ച് ലെവൽ ഓഫ് കെയർ ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഇൻക്ലൂഡ് മേജർ സർജറീസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ്സ്? ഓപ്ഷൻസ്: പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ, ഓർഡിനറി കെയർ. ഇതാണ് ആൻസർ വരിക. വിച്ച് ലെവൽ ഓഫ് കെയർ ഇസ് മോസ്റ്റ്ലി ലൈക്ലി ടു ഇൻക്ലൂഡ് മേജർ സർജറികളൊക്കെ ചെയ്യുന്നത് ഏത് കെയറിലായിരിക്കും? ടെർഷ്യറി കെയറിലായിരിക്കും. ഓക്കെ. Majority of the hospitals in India are dash hospital. നമ്മുടെ ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസും ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ആണ്. സ്മോൾ ആണോ, മിഡ് സൈസ്ഡ് ആണോ, ലാർജ് ആണോ, രണ്ടാമത്തെ ഏതോ? ആൻസർ വരിക സ്മോൾ ഹോസ്പിറ്റൽ. കാരണം ആ ഒരു സെന്റൻസിൽ തന്നെ പറഞ്ഞു പോകുന്നില്ല. അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ NGO സ്റ്റാൻഡ്സ് ഫോർ. NGO എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ജിയോഗ്രഫിക്കൽ ഓർഗനൈസേഷൻ ആണോ, നാഷണൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണോ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണോ, നൺ ഓഫ് ദീസ്? ഏതാണ് ആൻസർ വരിക? 3 ആണ് അല്ലെ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഭദ്രയ്ക്കാണ് അതിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. കാരണം ആ ഒരു ചാപ്റ്റർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. ഓക്കെ, അതല്ലേ നമ്മൾ പഠിച്ചത്. വലിയ ചാപ്റ്റർ ആണ്. അതിന് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ വരാട്ടോ. ചാപ്റ്റർ എടുക്കാം. ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റലിൽ നമ്മൾ പഠിച്ചത് എക്സാം എന്നാണ് അല്ലെ. എക്സാം അറിയിക്കും. അതിന്റെ ചാപ്റ്റേഴ്സ് തീർന്ന് കഴിയുമ്പോഴേക്കും 2-3 ദിവസത്തെ സ്റ്റഡി ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാവും. ഓക്കെ, അതിന്റെ ചാപ്റ്റേഴ്സ് തീർന്ന കാരണം കൊണ്ടാണ് രജിസ്റ്റർ റിവിഷൻ നടത്തുന്നത്. അപ്പൊ നോക്കാം, ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ടും ഏതൊക്കെയായിരുന്നു? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇത്രയാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത് അല്ലെ. ഓക്കെ, നമ്മൾ അതിനകത്ത് 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചു കേട്ടോ. അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ അതിനകത്ത് തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ എത്ര ആയിട്ട് തിരിച്ചത്? 24 ആണ്. 24 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പറഞ്ഞു. 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു. 3 അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് പഠിച്ചത്. അവിടെ നിങ്ങൾ പഠിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ചില ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിച്ചപ്പോ അതിനകത്ത് ചില ഉൾപ്പെടുന്ന ചില ഓർഗൻസുകൾ നമ്മൾ പറഞ്ഞു പോകുന്നില്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ആ ഓർഗൻസ് തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അറിയാലോ. അപ്പൊ കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 24 അവറും പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. കാഷ്വാലിറ്റിനെ പറയുന്ന മറ്റൊരു പേര് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. കാർഡിയോളജി അറിയാലോ, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കാഡ് അല്ലെ, കാഡിന്റെ ഫുൾ ഫോം എന്താണ്? കൊറോണറി ആർട്ടറി ഡിസീസ്. കാഡിന് എക്സാമ്പിൾ എന്താ നമ്മൾ പറഞ്ഞത്? ആൻജിന അല്ലെ, ആൻജിന ആണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അനസ്തേഷ്യോളജി 3 ടൈപ്പ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാ? ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, അതുപോലെ തന്നെ റീജിയണൽ അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് അനസ്തേഷ്യ കൊടുക്കാം? IV കാൻഡിഡ വഴി കൊടുക്കാം, മാസ്ക് വഴി നമുക്ക് അനസ്തേഷ്യ കൊടുക്കാം. പിന്നെ ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന അനസ്തേഷ്യ ഏതാണ്? ലോക്കൽ അനസ്തേഷ്യ. ഫിഷറി ഇൻഫെക്ഷൻസ് ഉപയോഗിക്കുന്ന അനസ്തേഷ്യ ഏതാണ്? റീജിയണൽ അനസ്തേഷ്യ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നാണ് പറയാ അല്ലെ. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, അതിന്റെ എന്താണ്? ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നാണ് പറയാം. ഓക്കെ, പിന്നെ അടുത്തത് ഡെർമറ്റോളജി. ഡെർമറ്റോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്? സ്കിന്ന്, ഹെയർ, നെയില്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഡെർമറ്റോളജി വിഭാഗത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ ചില സാഹചര്യങ്ങൾ അവിടെ പറഞ്ഞു, ആക്നെ, സ്കാർ, പിഗ്മെന്റേഷൻ, വിറ്റിലിഗോ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നാണ് ചോദ്യം വരുന്നത്. പിഗ്മെന്റേഷൻ പ്രോബ്ലംസ്, വിറ്റിലിഗോ, ഹെയർ ലോസ്, അൺവാണ്ടഡ് ഹെയർ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് പറയുന്നത് എന്താണ്? ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ENT എന്താണ് അറിയാലോ, ഇയർ ആൻഡ് നോസ് ത്രോട്ട്. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വോയിസ് ത്രോട്ട് ആണ് കേട്ടോ. അപ്പൊ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ നമ്മൾ എന്താ പറയാ, ENT സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാൻ ഓട്ടോ ലാരിംഗോളജിസ്റ്റ്. ആ പേര് നമുക്ക് അധികം ഫെമിലിയർ അല്ല, അത് പ്രത്യേകം ഓട്ടോ ലാരിംഗോളജിസ്റ്റ് എന്ന് പറയും. എങ്ങനെ സേവനങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് എൻഡോക്രൈനോളജിയാണ്. എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് എന്താണ്? ഹോർമോൺസും ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളുടെ ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്. എൻഡോക്രൈനോളജി പറഞ്ഞപ്പോൾ നമ്മൾ കുറെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ പറ്റി അവിടെ പറഞ്ഞു പോയി. ഓർമ്മയുണ്ടല്ലോ, ഏതൊക്കെയായിരുന്നു? പാൻക്രിയാസ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അഡ്രീനൽ ഗ്ലാൻഡ്, അല്ലെ, തൈറോയിഡ്, പാരാതൈറോയിഡ്, ഓവറി, ടെസ്റ്റിസ്. അപ്പൊ ഇതൊക്കെ എടുത്ത് ചോദിച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണമെന്നത് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ. പിന്നെ ജെറിയാട്രിക്സ്, വയസ്സായ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ്, അവരുടെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ജനറൽ മെഡിസിൻ, ജനറൽ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈസ് എ ഡോക്ടർ ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. അതായത് ഒരു മെഡിസിൻ പ്രത്യേക വിഭാഗത്തിൽ സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത ആളുകളെയാണ് നമ്മൾ ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അതിൽ ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഗൈസ്ട്രോ എൻറ്ററോളജി, അതായത് നമ്മുടെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അതിന് നമ്മൾ കുറച്ച് ഓർഗൻസുകൾ പറഞ്ഞിരുന്നു, അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, കോളൻ നെക്ടർ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഹെപ്പറ്റോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലിവറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഗൈനക്കോളജി, അതിന്റെ സബ് സ്പെഷ്യാലിറ്റി ഏതാണ്? നിയോനാറ്റോളജി, അല്ലെ. അതുപോലെ തന്നെ ART എന്താണ്? ART എന്ന് പറഞ്ഞാൽ എന്താ? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, അല്ലെ, വന്ധ്യതാ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്, ന്യൂറോളജി നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടത്, നെഫ്രോളജി കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടത്. ന്യൂക്ലിയർ മെഡിസിൻ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പെറ്റ് സ്കാൻ എന്താണ്? അതുപോലെ തന്നെ സ്പെക്റ്റിന്റെ ഫുൾ ഫോം, പെറ്റിന്റെ ഫുൾ ഫോം, അതൊക്കെ പഠിച്ചിരിക്കണം. ഓങ്കോളജി 3 ടൈപ്പ് ഉണ്ട്: മെഡിക്കൽ, സർജിക്കൽ, റേഡിയേഷൻ. മെഡിക്കൽ എന്ന് പറയുന്നത് എന്താണ്? മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ്. സർജിക്കൽ എന്ന് പറയുന്നത് സർജിക്കൽ റിമൂവൽ ഓഫ് ടിഷ്യൂസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു എന്താ പറയാ ക്യാൻസർ ട്രീറ്റ്മെന്റ്. പിന്നെ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത് റേഡിയേഷൻ തെറാപ്പി യൂസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്. ദെൻ ഒഫ്താൽമോളജി കണ്ണുമായിട്ട് ബന്ധപ്പെട്ടത്. ഓർത്തോപീഡിക്സ് എല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടത്. പീഡിയാട്രിക്സിന്റെ എന്താണ്? നിയോനാറ്റോളജി എന്താണ്? സൈക്കാട്രിക് എന്തൊക്കെയാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പൾമനോളജി പറയുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, അല്ലെങ്കിൽ ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ പറയും. ഓക്കെ. പിന്നെ പ്ലാസ്റ്റിക് സർജറി 2 ടൈപ്പ്, റീകൺസ്ട്രക്റ്റീവും കോസ്മെറ്റിക്. അത് കൃത്യമായിട്ട് നോക്കുക. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് റീകൺസ്ട്രക്റ്റീവ്. നമ്മുടെ കഞ്ഞി കുറയ്ക്കാൻ, കഞ്ഞി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് കോസ്മെറ്റിക്. പിന്നെ യൂറോളജി ആൻഡ് ആൻഡ്രോളജി. ഓക്കെ. അപ്പൊ അത് പുരുഷ എന്താ പറയാ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആൻഡ്രോളജി. അതുപോലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും യൂറിനറി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് യൂറോളജി. ഓക്കെ. പിന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ 12 എണ്ണം പഠിച്ചിരുന്നു കേട്ടോ. അതൊക്കെ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് 3 ടൈപ്പ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? ഹ്യൂമൻ റിസോഴ്സസ്, ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ. ഈ 3 രീതിയിലാണ് അത് വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ചോദ്യം ശ്രദ്ധിക്കാം. physician who is not specialized in one particular area of medicine. Options are specialist doctor, general practitioner, both the A and B, none of the above. എന്താണ് ആൻസർ വരിക? ഏതായിരിക്കും ആൻസർ വരിക? ജനറൽ പ്രാക്ടീഷണർ. ഓക്കെ. അടുത്തത് the specialities of branch of medicine focusing on gynecology is ഇവിടെ ശ്രദ്ധിക്കാം. the specialities of branch of medicine focusing on gynecology is options obstetrics, gynecology, infertility, all of the above. എന്താണ് ആൻസർ വരിക? all of the above ആണ് ആൻസർ വരിക. ഓക്കെ. അടുത്ത ചോദ്യം. സർജിക്കൽ സ്പെഷ്യാലിറ്റി മെഡിസിൻ that focuses on the surgical repair of defect
or function of any human body is dash. The options are orthopedic, plastic surgery, physiotherapy, none of the above. എന്താണ് ആൻസർ വരിക? പ്ലാസ്റ്റിക് സർജറി. ഓക്കെ, പ്ലാസ്റ്റിക് സർജറി ആണ് ആൻസർ. അടുത്തത്, which of the following does not come under സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്പിറ്റൽ? താഴെ തന്നിരിക്കുന്നതിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് ഹൗസ് കീപ്പിംഗ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ റെക്കോർഡ്സ്, ഫിനാൻസ്. ഏതാണ് വരാത്തത്? ആലോചിച്ച് പറഞ്ഞേ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഹൗസ് കീപ്പിംഗ് ആണോ, ഫിസിയോതെറാപ്പി ആണോ, മെഡിക്കൽ റെക്കോർഡ്സ് ആണോ, ഫിനാൻസ് ആണോ? എന്താണ്? ഫിനാൻസ് ആണ്. ഓക്കെ, കാര്യം ഫിനാൻസ് ഏതിലാ വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ? ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, അതുപോലെ തന്നെ എന്താണ് വേറെല്ലാം കൂടി ഉണ്ടല്ലോ, IT അല്ലെ, ഇൻഫർമേഷൻ അതല്ലേ വരുന്നത്? ഓക്കെ, അത് മൂന്നും അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്, ഇത് മൂന്നും വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ. ഫിനാൻസ് എന്ന് പറയുന്നത് സപ്പോർട്ടീവിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, general anesthesia is provided through dash. Options mask, cannula, both A and B, പിന്നെ neither A nor B. എന്താണ് ആൻസർ വരിക? എന്താണ് ആൻസർ വരിക? both A and B ആണ് ആൻസർ വരിക. രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം അല്ലെ? മാസ്ക് വഴി നമുക്ക് കൊടുക്കാം, കാനുല വഴി നമുക്ക് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. The department especially for wide range of illness of elderly people is. Options general medicine, geriatrics, pediatrics, hepatology. Geriatrics. Okay. Under the department that deals with the problems of blood and its components is. Options neurology, hematology, geriatrics, all. Option എന്താണ് വരിക? Hematology. Okay. അടുത്തത്, which of the following is not included in dermatology department? Which of the following is not included in dermatology department? Options venereal disease, cosmetic problems, skin disorders, tear duct problems. Which of the following is not included in dermatology department? ഉൾപ്പെടാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് വെനേറിയൽ ഡിസീസ്, കോസ്മെറ്റിക് പ്രോബ്ലംസ്, സ്കിൻ ഡിസോർഡേഴ്സ്, ടിയർ ഡക്ട് പ്രോബ്ലംസ്. ഇതാണ് ആൻസർ വരിക. ഡൗട്ട് ഉണ്ടോ? ടിയർ ഡക്ട് പ്രോബ്ലംസ് ആണ് കേട്ടോ. അത് ഇതിലാണ് നമ്മൾ പഠിച്ചത്, ENT-യിലല്ലേ പഠിച്ചത് ടിയർ ഡക്ട് പ്രോബ്ലംസ്. ബാക്കി നോക്കിയ വെനേറിയൽ ഡിസീസ്, ലൈംഗിക രോഗങ്ങള്, കോസ്മെറ്റിക് പ്രോബ്ലംസ്, അതായത് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട കോസ്മെറ്റിക് പ്രോബ്ലംസ്, സ്കിൻ ഡിസോർഡേഴ്സ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാ ഡെർമറ്റോളജിയിൽ വരുന്നത്. ഈ ടിയർ ഡക്ട് പ്രോബ്ലം മാത്രമേ നമ്മൾ പഠിച്ചത്, ENT-ക്കകത്താണ് പഠിച്ചത്. ക്ലിയർ ആയോ? അടുത്തത്, ഡാഷ് ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ഓപ്ഷൻസ് കാർഡിയോവാസ്കുലർ സർജറി, കൊറോണറി ആർട്ടറി ഡിസീസ്, ക്യാൻസർ, CABG, നൺ ഓഫ് ദി എബോവ്. എന്താണ് ആൻസർ വരിക? കാർഡിയോവാസ്കുലർ സർജറി. എന്താണ് കാർഡിയോവാസ്കുലർ സർജറി? ഓക്കെ. Dash are usually appointed to handle OPD. Dash are usually appointed to handle OPD. Outpatient department ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധാരണ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? നേഴ്സ് ആണോ, അതോ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആണോ, കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണോ, നൺ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരിക. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് കേട്ടോ. ശരിക്കും ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കൺസൾട്ടേഷൻ ഡോക്ടർ എന്ന് പറയുന്നത് തന്നെയാണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ല, അവരെ തന്നെയാണ് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഒരു ഓപ്ഷൻ ചെറിയ തിരുത്തുണ്ട് കേട്ടോ. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക കേട്ടോ. Dash is placed under the skin to make the heart beat at its correct pace when the heart beat too slowly. മനസ്സിലായി? അതായത് ഹാർട്ടിന്റെ ബീറ്റ് വളരെയധികം കുറഞ്ഞു പോകുമ്പോൾ
അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഘടിപ്പിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദ്യം ചെയ്യുന്നത്. അത് CAD ആണോ, CABG ആണോ, പേസ് മേക്കർ ആണോ, നൺ ഓഫ് ദി എബവ് ആണോ? ഏതാണ് ആൻസർ വരിക? പേസ് മേക്കർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഫോക്കസസ് ഓൺ diagnosis and treatment of kidney. Options are urology, nephrology, obstetrics, none of the above. എന്താണ് ആൻസർ വരിക? നെഫ്രോളജി. റേഡിയോളജി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് ഡിപ്പാർട്ട്മെന്റ്. ഇതിലാണ് ഇൻഫർമേറ്റീവിലാണോ, ഡയഗ്നോസ്റ്റിക്സിലാണോ, സപ്പോർട്ടീവിലാണോ, നൺ ഓഫ് ദി എബവ്? ഇതിലാണ് വരുന്നത് റേഡിയോളജി, ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഇതിലാണ് വരുന്നത് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. അടുത്തത്, ഫിസിയോതെറാപ്പി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് ഡിപ്പാർട്ട്മെന്റ്. ജനറൽ, അഡ്മിനിസ്ട്രേറ്റീവ്, തെറാപ്യൂട്ടിക്, നൺ ഓഫ് ദി എബവ്. ഇതിലാണ് വരുന്നത് ഫിസിയോതെറാപ്പി അഡ്മിനിസ്ട്രേറ്റീവിലാണോ, അതോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലാണോ? തെറാപ്യൂട്ടിക്കിലാണ് വരിക കേട്ടോ. അത് ആ ഫസ്റ്റ് ഇൻഡെക്സ് ഇല്ലേ, ആ ഇൻഡെക്സ് നമ്മൾ കണ്ടില്ല ചാപ്റ്ററിന്, അതിന് ബേസ് ചെയ്തിട്ട് വന്നതാണ്. അതിനുള്ള ക്വസ്റ്റ്യൻ ആണ്. Endocrine system includes options pineal gland, hypothalamus, both A and B, neither A nor B. That answer വരിക. Endocrine system include ചെയ്യുന്നത് ഏതൊക്കെയാണ്? A and B ആണ് ആൻസർ വരുന്നത് കേട്ടോ. പീനിയൽ അതിനകത്ത് വരുന്നതാണ്, ഹൈപ്പോതലാമസ് അതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഓപ്ഷൻ സി അല്ലേ കറക്റ്റ്? ബോത്ത് A and B ആണ് കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. neither A or B. ഓക്കെ. Dash department deals with the problems of heart. Options oncology, cardiology, casualty, ICU. That options answer with cardiology. Okay. CA50 expansion also. Options central sterile supply department, control sterile supply department, central supply department, control sterile department. എന്താണ് ആൻസർ വരിക? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. ഡാഷ് ഡീൽസ് വിത്ത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം. ഓപ്ഷൻസ് ഒബ്സ്ട്രക്റ്റിക്സ്, ന്യൂറോളജി, ഹെപ്പറ്റോളജി, ഗൈനക്കോളജി. ഏതാണ് ആൻസർ വരിക? ന്യൂറോളജി. Surgical aspects of cancer, including biopsy and surgical resection of tumors, is included in dash. Options medical oncology, surgical oncology, radiation oncology, none of the above. എന്താണ് ആൻസർ വരിക? സർജിക്കൽ ഓങ്കോളജി. ഓക്കെ. Dash is the severe pain in chest, often spreading to shoulders, arms and neck due to inadequate supply of blood to heart. Options capture, congenital defects, angina, none of the above. ഏതാണ് ആൻസർ വരിക? angina. Okay. Myocardial infarction is also known as dash. Heart attack, angina, both A and B, neither A nor B. That answer will be heart attack. Okay. Spectinde expansion of ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്പെക്റ്റിന്റെ എക്സ്പാൻഷൻ എന്താണ്? സിംഗിൾ ഫോട്ടോ ഡിവിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ആണ് കേട്ടോ. ഓക്കെ.
അടുത്തത് dentist usually use dash type of anesthesia. Options are regional anesthesia, local anesthesia, general anesthesia, all of the above. എന്താണ് ആൻസർ? Local anesthesia. Infants, children and young adults are treated in dash. Options are obstetrics, ophthalmology, pediatrics, ENT. That answer vira pediatrics now. A alla pediatrics ആണ്. C ആണ് ഓപ്ഷൻ ട്ടാ. Okay. Cesarean sections are done with the dash. General anesthesia, regional anesthesia, local anesthesia, special anesthesia. That option vira regional anesthesia. Okay. Dash deals with the super speciality with the diagnosis of patients suffering from the disorders of the liver. Options are gastroenterology, hepatology, geriatrics, none of the above. That answer vira hepatology. Okay. ART is എന്താണ് ART എന്ന് പറഞ്ഞാല് ഓപ്ഷൻസ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്, ഓൾ റീപ്രൊഡക്റ്റീവ് തെറാപ്പി, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് തെറാപ്പി ആൻഡ് നൺ ഓഫ് ദി എബോവ്. എന്താണ് ആൻസർ വരിക? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് കേട്ടോ. ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്നാണ് കേട്ടോ, തെറാപ്പി എന്നല്ല കേട്ടോ. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് തെറാപ്പി എന്നല്ല, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്നാണ് കേട്ടോ. ടെക്നിക് എന്നാണ്. അടുത്തത് gastroenterology is the department for the diseases that affect dash. Options stomach, esophagus, pancreas, all of the above. എന്താണ് ആൻസർ വരിക? all of the above ആണ് ആൻസർ വരിക. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞു. സ്റ്റൊമക്ക് മാത്രമല്ല, നിങ്ങൾ ഗാസ്ട്രോഎൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കി അതിനകത്ത് നമ്മൾ ഈ പറയുന്ന എല്ലാ ഓർഗൻസും പറയുന്നുണ്ട് കേട്ടോ. ഈസോഫാഗസ് അതിനകത്ത് വരുന്നുണ്ട്, പാൻക്രിയാസ് വരുന്നുണ്ട്, സ്റ്റൊമക്ക് അതിന്റെ ഭാഗമാണ് കേട്ടോ. ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ നമ്മൾ പഠിച്ച ചാപ്റ്റർ ഇന്റൻസീവ് ഈ രീതിയിലാണ് കേട്ടോ വരിക. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ. ഇന്റൻസീവ് കെയർ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാലോ, എങ്ങനെയുള്ള രോഗികളെയാണ് അവിടെ പരിചരിക്കുന്നത്? ഏറ്റവും ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള പരിഹാസങ്ങളെ വന്നിട്ടുള്ള ആളുകൾക്ക് പരിചരണം കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ICU എന്ന് പറയുന്നത് അല്ലെ. എങ്ങനെയുള്ള കണ്ടീഷൻസിനൊക്കെയാണ് ICUവിൽ പരിചരിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. സിവിയർ റെസ്പിറേറ്ററി ഫെയിലിയർ, കാർഡിയോതൊറാസിക് സർജറി, കോംപ്ലക്സ് സ്പൈനൽ സർജറി, മേജർ ട്രോമ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, സെപ്സിസ്, കാർഡിയാക് അറസ്റ്റ്, ഇതൊക്കെ എവിടെയാണ് കെയർ ചെയ്യുന്നത്? ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് കെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫുൾ ഫോമുകളൊക്കെ ഓർത്തു വയ്ക്കാം. അതുപോലെ കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് CVTS ICU, അതായത് ഈ പറയുന്ന ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാസ്കുലർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ പറയുന്ന CVTS ICU ആണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഓപ്പൺ യൂണിറ്റ് ICU ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസ്ഡ് യൂണിറ്റ് ആയിട്ടുള്ള ICU അല്ലെ. ഓപ്പൺ യൂണിറ്റ് ICUവിൽ ഫിസിഷ്യൻ ആണ് റെസ്പോൺസിബിൾ പേഴ്സൺ അല്ലെ. ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഇന്റൻസിവിസ്റ്റിനാണ് ഇമ്പോർട്ടന്റ് റോൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഫിസിഷ്യന് റോൾ ഇല്ലാന്നല്ല, ഫിസിഷ്യനെ കൂടെ സഹകരിച്ചുകൊണ്ട് ആണ് ക്ലോസ്ഡ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അല്ലെ. പിന്നെ അതിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. മോർ ടൈമിലി പേഷ്യന്റ് ഇവാലുവേഷൻ ആണ്. അതുപോലെ ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ്
ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ സേവനമാണ് നമുക്ക് ക്ലോസ്ഡ് യൂണിറ്റ് അടുത്ത് കിട്ടുന്നത് കേട്ടോ. അതുപോലെ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ICUവിനകത്ത് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എത്രയാണ്? 1:1 or 1:2 അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഹു ഈസ് ദ രജിസ്ട്രാർ ഇൻ ICU? ICUവിന്റെ രജിസ്ട്രാർ ആരാണ്? ICU രജിസ്ട്രാർ സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് കേട്ടോ. ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ്. അതുപോലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടറുടെ ഡ്യൂട്ടി എന്താണ് നോക്കി? ഡ്യൂട്ടി കുഡ് ഇൻക്ലൂഡ് കീപ്പിംഗ് ദ പേഷ്യന്റ് റെക്കോർഡ്സ് വൈൽ ഇൻ ICU ആൻഡ് പ്രിപ്പയറിംഗ് സമ്മറി. അല്ലെ, അതായത് ICUവിലെ റെക്കോർഡ്സുകൾ, പേഷ്യന്റിന്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യും, അതുപോലെ സമ്മറി ഒക്കെ തയ്യാറാക്കുന്നത് റെസ്പോൺസിബിൾ ആയിട്ട് ഡ്യൂട്ടി ആരാണ്? ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആണ്. ഓക്കെ, പിന്നെ ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ഏതൊക്കെയാണ്? പ്രയോറിറ്റൈസേഷൻ, അതുപോലെ സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ്, ഡയഗ്നോസിസ്, പ്രോഗ്നോസിസ്, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്, അതുപോലെ തന്നെ മെന്റൽ ബെനിഫിറ്റ്. ഇത്രയാണ് ICUവിന്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് കേട്ടോ. അതുപോലെ സാധാരണയുള്ള ആ ഒരു ICU റൗണ്ട്സ് ഏത് സമയത്താണ്? മോർണിംഗ് അറ്റ് 9 to 11 AM ആണ്. രാവിലെ 9 തൊട്ട് 11 വരെയുള്ള സമയമാണ് എന്ത് റൂട്ടീൻ ICU റൗണ്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ICU. ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ. ഇത്രയാണ് നമ്മൾ ആ ചാപ്റ്ററിനകത്ത് പഠിച്ച കാര്യങ്ങൾ. അപ്പൊ ഒന്ന് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണം. ഡാഷ് യൂണിറ്റ് provides intensive care for critically ill or injured patients, which is operated by the specially trained medical staff. ഏതാണ്? ഏത് യൂണിറ്റ് ആണ്? Which unit provides intensive care for critically ill or injured patients? Options: outpatient ആണോ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണോ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണ്? ICU ആണ്. ഓക്കെ, routine ICU rounds held in options: evening 9 to 11 AM, morning 9 to 11 AM, morning 11 to 1 PM, evening 4 to 6 PM. ഏതാണ് ആൻസർ വരിക? മോർണിംഗ് 9 to 11 AM. ഓക്കെ, മോർണിംഗ് ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഈവനിംഗ് എഴുതില്ല. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഹു ഹാസ് ദ റൈറ്റ് ടു സ്റ്റാർട്ട് ആൻഡ് പെർഫോം എമർജൻസി ട്രീറ്റ്മെന്റ് which may be inevitable without permission? Later consultants must be informed. ആ ടെക്സ്റ്റിലുള്ള സെയിം സെന്റൻസ് ആണ്. അതായത് കൺസൾട്ടന്റിന്റെ ആബ്സെൻസിൽ അനിവാര്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള റൈറ്റ് ആർക്കാണ് ഉള്ളത്? ഓപ്ഷൻസ്: ഡോക്ടർക്കാണോ, സീനിയർ റെസിഡന്റ്, ജൂനിയർ റെസിഡന്റ്, നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ വരിക? സീനിയർ റെസിഡന്റ് കേട്ടോ. ഓക്കെ, who is responsible for keeping the patient records while in ICU and preparing summaries? Options: ICU secretary, senior resident, junior resident, none of these. ഏതാണ് ആൻസർ വരിക? ജൂനിയർ റെസിഡന്റ്. ഓക്കെ, അടുത്തത് who is responsible for purchasing and servicing of ICU equipments? ചോദ്യം ശ്രദ്ധിക്കാം. Who is responsible for purchasing and servicing of ICU equipment? Options: doctor, technician, ICU in charge, nurse. ആൻസർ ഏതായിരിക്കും വരിക? ഏതാണ് ആൻസർ വരിക? ഒന്നോട് ചോദ്യം വായിക്കാം. Who is responsible for purchasing and servicing of ICU equipment? Options: doctor, technicians, ICU in charge, nurse. ഏതാണ് ആൻസർ വരിക? ICU in charge. ഇതിന് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ളതിനാണ് ആ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, who should ensure suitable environment for the patient safety? Who should ensure suitable environment for the patient safety? Options: junior resident, ICU secretary, hospital administration, none of the above. ഇതാണ് ആൻസർ വരിക? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ,
ഈ ചോദ്യം പലതവണ റിപ്പീറ്റ് ചെയ്തതാണ്, ശ്രദ്ധിച്ചു കേൾക്കാം. ദ യൂണിറ്റ് വിച്ച് ഈസ് പെർഫോമിംഗ് ബോത്ത് ഓപ്പൺ ഹാർട്ട് ആൻഡ് അതർ thoracic സർജിക്കൽ പ്രൊസീജിയർ ഈസ് കോൾഡ്. ഒന്നുകൂടെ ഓപ്ഷൻ വായിക്കാം, ചോദ്യം വായിക്കാം. ദ യൂണിറ്റ് വിച്ച് ഈസ് പെർഫോമിംഗ് ബോത്ത് ഓപ്പൺ ഹാർട്ട് ആൻഡ് അതർ thoracic സർജിക്കൽ പ്രൊസീജിയർ ഈസ് കോൾഡ്. ഓപ്ഷൻസ് CVTS ICU, NICU, ന്യൂറോ ICU, GICU. ഏതാണ് ആൻസർ? അതെ, CVTS ICU, കാർഡിയോ വാസ്കുലർ thoracic യൂണിറ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇൻ ക്ലോസ്ഡ് യൂണിറ്റ് who is responsible for ICU admission and treatment? In closed unit, who is responsible for ICU admission and treatment? Options: intensivist, physician, physiotherapist, nursing staff. Closed unit, who is responsible for ICU admission and treatment? Correct ആണ് ഷാഫിന. intensivist ആണ് കേട്ടോ. അത് തന്നെയാണ് നമ്മൾ ICU in charge എന്നും പറയുന്നത്. Which factor is the criteria for ICU admission? Option: diagnosis, prognosis, bed availability, all of these. That answer will be all of these. Okay. In which type of ICU physicians attending and responsible for admit and care for patients? In which type of ICU? നമ്മൾ രണ്ട് ടൈപ്പ് ആണ് പഠിച്ചിരുന്നത്. അതിൽ ഏത് ICU-ലാണ് physicians are responsible for admission and care for patients? Open unit ICU ആണോ, closed unit ICU ആണോ, both A and B ആണ്, none of these ആണ്? ഏതാണ് ആൻസർ വരിക? ഓപ്പൺ യൂണിറ്റ് ICU. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് അതിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ 2 വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമുക്കത് റിവൈസ് ചെയ്യാം കേട്ടോ. ഇൻ കേസ് ചിലപ്പോ അണ്ടേത്തെ ക്ലാസ് ചിലപ്പോ മിസ്സായിട്ട് എടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റിവിഷൻ ഉപകാരപ്പെട്ടോ ഉള്ളതെന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം.